Hello, welcome to anooptube. നമ്മളിന്ന് നോക്കുന്നത് എന്താണ് സ്റ്റാൻഡേർഡ് ലൈബ്രറി, അതായത് C++ൽ സ്റ്റാൻഡേർഡ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഓക്കെ, അത് എന്താണെന്നും അത് നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നും അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫങ്ഷണാലിറ്റീസ്, അതിൻ്റെ അൽഗോരിതംസ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ എന്തൊക്കെയാണുള്ളതെന്നും അതിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ലൈബ്രറി യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ലൈബ്രറി നമുക്ക് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടായിരിക്കും നമുക്ക് വരുന്നുണ്ടായിരിക്കുക. നമുക്ക് ഓൾറെഡി ഒരു C++ൻ്റെ കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് ലൈബ്രറി നമുക്ക് അവൈലബിൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ലൈബ്രറിയാണ് IOStream എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ അതിൽ നമ്മൾ std::c ഔട്ട് അല്ലെങ്കിൽ std::c എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ std എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലൈബ്രറി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ വരുന്ന എല്ലാ ഫംഗ്ഷൻസും നമ്മൾ യൂസ് ചെയ്യുന്നത് std പറഞ്ഞിട്ട് ഒരു നെയിം സ്പേസിൻ്റെ അണ്ടറിലായിരിക്കും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ലൈബ്രറി അണ്ടറിലുള്ള എല്ലാ ഫംഗ്ഷനാലിറ്റീസും അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സസും നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് std::* എന്ന് പറഞ്ഞിട്ടുള്ള നെയിം സ്പേസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ എപ്പോഴും ഒരു ബോയിലർ പ്ലേറ്റ് കോഡ് എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതാറുണ്ട് യൂസിങ് നെയിം സ്പേസ് std എന്ന് പറഞ്ഞിട്ട് എഴുതാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓൾറെഡി നെയിം സ്പേസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ്സിനകത്ത് അല്ലെങ്കിൽ ഒരു വീഡിയോനകത്ത് നമ്മൾ ഓൾറെഡി ഇതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. എന്താണ് നെയിം സ്പേസ്, നമ്മൾ എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള നെയിം സ്പേസ് ഉണ്ടാക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് പോയി നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ് സ്റ്റാൻഡേർഡ് ലൈബ്രറി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളിപ്പോൾ നിങ്ങൾ ഓൾറെഡി വേറെ കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ജാവ അല്ലെങ്കിൽ പൈത്തൺ, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ അഡീഷണൽ ലൈബ്രറീസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പൈത്തൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാറ്റ്പ്ലോട്ലിബ് യൂസ് ചെയ്യാറുണ്ടായിരിക്കും, പാണ്ടാസ് യൂസ് ചെയ്യാറുണ്ടായിരിക്കും, SciPy യൂസ് ചെയ്യാറുണ്ടായിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യാറുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു പാക്കേജസ് ആണ്. അത് നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൽ എഴുതിയിരിക്കുന്ന ഫംഗ്ഷനാലിറ്റീസ് നമ്മൾ വീണ്ടും റീഡിഫൈൻ ചെയ്യേണ്ടി വരില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഡെവലപ്പേഴ്സ് അവരുടേതായ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യും, ഒരു നെയിം സ്പേസിൻ്റെ അണ്ടറിൽ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യുന്ന തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഓരോ പൈത്തണിലായാലും നമ്മൾ ജാവയിലാണെങ്കിലും ജാവാസ്ക്രിപ്റ്റിലാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ലൈബ്രറീസ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പ്രീ ബിൽഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ക്ലാസ്സസ്, സെറ്റ് ഓഫ് അൽഗോരിതംസ്, സെറ്റ് ഓഫ് ഫങ്ഷണാലിറ്റീസ്, ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് C++ലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു നെയിം സ്പേസ് ആണ് സ്റ്റാൻഡേർഡ് ലൈബ്രറി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള std എന്ന് പറഞ്ഞിട്ടൊരു നെയിം സ്പേസ്. അപ്പോൾ ഇതിനകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇവർ ഓൾറെഡി ഉള്ള ഫങ്ഷണാലിറ്റീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സ്ട്രിങ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അൽഗോരിതംസ്, ഓൾറെഡി ഉള്ള കുറേ അൽഗോരിതംസ് ഉണ്ട്. നമുക്ക് ഓൾറെഡി സോർട്ടിങ് അൽഗോരിതംസ്, സെർച്ചിങ് അൽഗോരിതംസ്, ഇതൊക്കെ ഓൾറെഡി നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് നെയിം സ്പേസിൽ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് വീണ്ടും റീഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, വളരെ നല്ല എഫിഷ്യൻ്റ് ആയ രീതിയിലുള്ള അൽഗോരിതംസ് ആയിരിക്കും ഇവർ ഡിഫൈൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്തുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഫംഗ്ഷനാലിറ്റീസ് നമ്മൾ C++ൻ്റെ ഡെവലപ്പേഴ്സ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻഡേർഡ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഫംഗ്ഷനാലിറ്റീസ്, ഒരു സെറ്റ് ഓഫ് ക്ലാസ്സസ്, കുറേ കണ്ടെയ്നേഴ്സ് പറഞ്ഞാൽ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സാണ് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ സെറ്റ്, വെക്റ്റേഴ്സ്, പെയർ, മാപ്പ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ഷനാലിറ്റീസ് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ്, അൽഗോരിതംസ് ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു യൂസ് കേസ് വരണം. നമുക്കെല്ലാം നമുക്കൊരു ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു അറേ യൂസ് ചെയ്യണം. ഓക്കെ, ഓൾറെഡി നമുക്ക് std അറേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള അറേ നമുക്ക് ഡിഫൈൻ ചെയ്തതിന് പകരം തന്നെ നമുക്ക് std അറേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടെയ്നർ നമുക്ക് ഓൾറെഡി എന്തിലുണ്ട്, std നെയിം സ്പേസിലുണ്ട്, സ്റ്റാൻഡേർഡ് ലൈബ്രറിയിലുണ്ട്. പിന്നെ അതെല്ലാം നമുക്ക് വെക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട്, നമുക്ക് പെയർ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ഉണ്ട്, മാപ്പ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ഉണ്ട്, കുറേ സംഭവങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് വെക്ടർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാൻഡേർഡ് ലൈബ്രറി കണ്ടെയ്നറിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷനിലുള്ള std വെക്ടർ എന്ന് പറഞ്ഞിട്ടൊരു
കണ്ടെയ്നറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തരുന്നത്. നിങ്ങൾക്ക് ഇതിനെ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഓൾറെഡി നമുക്ക് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എല്ലാം ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തരാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഫസ്റ്റത്തെ സ്റ്റാൻഡേർഡ് ലൈബ്രറി കണ്ടെയ്നറാണ് std വെക്ടർ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെഡർ ഫയലാണ് വെക്ടർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇൻക്ലൂഡ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇൻക്ലൂഡ് വെക്ടറിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, std വെക്ടറിന്, അതായത് സ്റ്റാൻഡേർഡ് ലൈബ്രറിയിലെ വെക്ടറിൻ്റെ ക്ലാസിൻ്റെ എല്ലാ സംഭവങ്ങളും std വെക്ടറിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക്കലി ഉള്ള std വെക്ടർ എന്ന് പറഞ്ഞ കണ്ടെയ്നർ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ഹെഡർ ഫയൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക്കലി ഉള്ള std വെക്ടറിൻ്റെ ഹെഡർ ഫയൽസ്. അപ്പോൾ നമുക്ക് std വെക്ടർ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ std വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈനാമിക് അറേയാണ്. ഓക്കെ, നമുക്കറിയാം, നമുക്കൊരു അറേ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഒരു സൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനൊന്നും പറ്റില്ല അല്ലേ. നമുക്ക് അതിൻ്റെ സൈസ് എപ്പോഴും സ്റ്റാറ്റിക് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരു 10 കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഒരു അറേ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ മാക്സിമം നമുക്ക് എത്ര കുട്ടികളുടെ മാർക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, 10 കുട്ടികളുടെ മാർക്ക് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ഇനി അതല്ല, നമ്മളൊരു 11ാമത്തെ കുട്ടി വരികയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു ഡൈനാമിക് അറേ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡൈനാമിക് അറേയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ്സാണ് വെക്ടർ എന്ന് പറഞ്ഞിട്ട് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഡൈനാമിക് അറേ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൺ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ക്ലിയർ ചെയ്യാനും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറി ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് std വെക്ടർ എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു ഹെഡർ ഫയലാണ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്ലൂഡ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെക്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ സിൻടാക്സ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുക എന്നൊരു ബേസിക് ആയിട്ടുള്ളൊരു വെക്ടർ നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് std എഴുതും, കോളൻ എഴുതും, അതിനുശേഷം വെക്ടർ എന്ന് എഴുതും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഓപ്പൺ, ഒരു ലെസ് ദാനും ഒരു ഗ്രേറ്റർ ദാനും എഴുതും. ഓക്കെ, അതൊരു ടൈപ്പ് ക്വാളിഫയർ അല്ലെങ്കിൽ ടൈപ്പ് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന, അതായത് ഏത് ടൈപ്പിലുള്ള വെക്ടറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ ടൈപ്പ് നമ്മൾ കൊടുക്കാനുള്ള സ്പേസ് ആണ് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻറ്റിജറിൻ്റെ ഒരു വെക്ടർ ഉണ്ടാക്കണമെങ്കിൽ ഇൻറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഡബിൾ ആണെങ്കിൽ ഡബിൾ എന്ന് കൊടുക്കുക. അല്ലല്ല ഒരു ക്ലാസിൻ്റെ പേരാണെങ്കിൽ ആ ക്ലാസിൻ്റെ പേര് കൊടുക്കുക. ഒരു ക്ലാസിൻ്റെ ഒരു വെക്ടറാണ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ആ ക്ലാസിൻ്റെ പേര് കൊടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സാണ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസിൻ്റെ വെക്ടറാണ് ഉണ്ടാക്കണമെങ്കിൽ, കുറേ സ്റ്റുഡൻറ്റിൻ്റെ വെക്ടറാണ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്താൽ മതി. നമുക്കിവിടെ ഫസ്റ്റ് ഇവിടെ ഇൻറ്റിജർ ടൈപ്പാണ് കൊടുക്കണമെങ്കിൽ ഇൻറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, മാർക്സ്, അതിൻ്റെ വേരിയബിളിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, മാർക്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എം ടി ആയിട്ടുള്ള ഒരു വെക്ടർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന സമയത്തിന് നമ്മൾ വാല്യൂസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ ടു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു കിളി ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, വാല്യൂസ് കൊടുക്കുക. 10, 11, 12, ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറേ ടൈപ്പിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ 2 തരത്തിലുള്ള ഡെഫിനേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു ഡെഫിനേഷൻ കൊടുക്കുക. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഈക്വൽ ടു എന്ന് കൊടുത്തതിന് ശേഷം ഈക്വൽ ടു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ കൊടുത്താലും മതി, നോ പ്രോബ്ലം. ഓക്കെ, അത് നമുക്ക് എങ്ങനെ മനസ്സിലും കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ കുറേ ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു വെക്ടർ നമുക്ക് എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ std വെക്ടർ ഓഫ് ഇൻറ്റ് എന്ന് എഴുതിയതിനു ശേഷം മാർക്സ് എന്ന് എഴുതി ഞാൻ. ഓക്കെ, മാർക്സ് എന്ന് എഴുതി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ യൂസറുടെ നിന്ന് ഒരു 10 മാർക്ക് വാങ്ങാൻ പോവുകയാണ്. എന്നിട്ട് മാർക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോർ ലൂപ്പ് ഇട്ടിട്ട് ചെയ്യാം അല്ലേ, ഫോർ ലൂപ്പ് എഴുതാം. ഓക്കെ, അതിനുശേഷം ഈ മാർക്കിനെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് മാർക്സിലോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്യാനുള്ളൊരു ഫങ്ഷനാലിറ്റിയാണ് നമുക്ക് പുഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫങ്ഷനാലിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പുഷ് ബാക്ക്. ഓക്കെ, അപ്പോൾ മാർക്സ് ഡോട്ട് പുഷ് ബാക്ക് ഓഫ് മാർക്ക് എന്നെഴുതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇത്രയും സാധനം എന്ത് ചെയ്തിട്ട് ഓൾറെഡി ഇതിലോട്ട് പുഷ് ബാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ 5 മാർക്ക് ഉണ്ടെങ്കിൽ പുഷ് ബാക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിനെല്ലാം പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടായിരിക്കുക. പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഒരു ഫോർ ലൂപ്പ് ഇടണം അല്ലേ. ഓക്കെ, ഫോർ ലൂപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ചിലപ്പോൾ 5 മാർക്ക് ഉണ്ടെങ്കിൽ 5. ഓക്കെ, അത് നമുക്ക് എത്ര വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ നമുക്കിതിൽ എത്ര ലെങ്ത് ഉണ്ട് വെച്ചാൽ അത്രയും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ ഇൻറ്റ് i ഈക്വൽ ടു 0 ആൻഡ് i ലെസ് ദാൻ മാർക്സ് ഓഫ് ഡോട്ട് സൈസ് എന്ന് എഴുതാൻ പറ്റും. ആൻഡ് i++ എന്ന് എഴുതാൻ പറ്റും. നമുക്കതിനെ പ്രിൻറ്റ് ചെയ്യണം എന്ത് ചെയ്യുന്നത്, std c ഔട്ട് ഓഫ് മാർക്സ് ഓഫ് i എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം, എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. operations.cpp./out. ഓക്കെ, വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റർ അടിക്കുക. 5 നമ്പേഴ്സ് കൊടുക്കാൻ പറ്റില്ലേ, 5 മാർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ 50, 56 എൻ്റർ ചെയ്തു, 58 എൻ്റർ ചെയ്തു,
59 എൻ്റർ ചെയ്തു, 54 എൻ്റർ ചെയ്തു, 57 എൻ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മാർക്കെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാനും പറ്റും, ഇൻസേർട്ട് ചെയ്യാനും പറ്റും. നമുക്ക് പുഷ് ബാക്ക് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് 2 ഓപ്പറേഷൻസ്. നമുക്ക് വെക്ടറിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പുഷ് ബാക്ക്, ആൻഡ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ഒരു അറേ ഓപ്പറേറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോർമൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ് ചെയ്യാൻ പറ്റും. ഈ സെയിം കാര്യത്തിന് നമുക്കൊരു വേറൊരു ടൈപ്പ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ ലൂപ്പ് എന്ന് പറയുന്ന സംഭവം, ഫോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത് ഏത് ടൈപ്പാണ് നമ്മൾ വെക്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇൻറ്റീജർ ടൈപ്പാണ്. അപ്പോൾ ഇൻറ്റ് എ അല്ലെങ്കിൽ ഇൻറ്റ് മാർക്ക് എന്ന് എഴുതാൻ പറ്റും. മാർക്ക് എന്ന് എഴുതിയതിനു ശേഷം ഒരു കോളൻ ഇട്ടിട്ട് മാർക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ എലമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കിലോട്ട് ഓരോ ഇറ്ററേഷനിലും വരും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ STDC ഔട്ട് വെച്ചിട്ട് STDC ഔട്ട് TD എൻഡിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിം സംഭവം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ഓരോ തവണയും ഞാനിത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഞാനിവിടെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇതും ജസ്റ്റ് കമൻറ്റ് ചെയ്യാണ്. കമൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യണം കേട്ടോ. 58, 54, 100, 56, 28. ഓക്കെ, ഇങ്ങനെ സംഭവം സെറ്റ് ചെയ്തു. അതിനുശേഷം C++ അടിച്ചതിന് ശേഷം ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ സ്പേസ് ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ 58 സെയിം സാധനം തന്നെ നമുക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് പ്രിൻറ്റിങ് നമ്മൾ ഓൾറെഡി പഠിച്ചു. എങ്ങനെയാണ് നമ്മൾ ഒരു നോർമൽ ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോളൻ ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫോർ ലൂപ്പ്, നോർമൽ ഫോർ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഉള്ള സംഭവമാണ് ഇറ്ററേറ്റേഴ്സ് എന്ന് പറയും. ഇറ്ററേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടൊരു സ്പെഷ്യൽ ആയിട്ടൊരു കൺസെപ്റ്റാണ്. അതായത് നമുക്കൊരു ഇറ്ററേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇറ്ററേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ എലമെൻ്റ് ആയിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്ററേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ് നമുക്ക് വെക്ടറിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഓരോ എലമെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫോർ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്ക് ഇറ്ററേറ്റർ വെച്ചിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇറ്ററേറ്റർ എന്താണെന്ന് അറിയണം, ഇറ്ററേറ്റർ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇറ്ററേറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് ഇറ്ററേറ്റർ, എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇറ്ററേറ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഓരോ എലമെൻറ്റിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഇറ്ററേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ STD വെക്ടർ ഇറ്ററേറ്റർ. ഓക്കെ, ഇൻഡോ ഇറ്ററേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. IT ഈക്വൽ ടു നമ്മൾ ഏതാണ് വെക്ടറിൻ്റെ നമ്മുടെ പേരെന്താണ്? മാർക്സ് ആണല്ലേ. അപ്പോൾ മാർക്സ് ഡോട്ട് ബിഗിൻ ആൻഡ് IT നോട്ട് ഈക്വൽ ടു മാർക്സ് ഡോട്ട് എൻഡ്. ഓക്കെ, ആൻഡ് IT ++ നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ബിഗിൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, എൻഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക്കലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വെക്ടർ ഉണ്ട് വിചാരിക്കുക. ഓക്കെ, വെക്ടർ ഉണ്ട്, ഇതാണ് നമ്മുടെ വെക്ടർ. നമ്മുടെ ഇതിൻ്റെ ഞാൻ വരയ്ക്കുന്നതൊക്കെ വളരെ കുറച്ച് വീടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അത് മൗസ് കൊണ്ട് വരയ്ക്കൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെക്ടർ ഉണ്ട് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ വെക്ടർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കുറേ എലമെൻറ്റ്സ് ഉണ്ട് വിചാരിക്കുക. അപ്പോൾ 1, 2, 3 അങ്ങനെ കുറേ പോയിട്ട് ഒരു 10 എന്ന് പറഞ്ഞിട്ട് എലമെൻ്റ് ഉണ്ട് വിചാരിക്കുക. ഇത്ര എലമെൻ്റ് ഉണ്ട് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ബിഗിൻ എന്ന് പറഞ്ഞ സാധനം എപ്പോഴും പോയിന്റ് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും? സ്റ്റാർട്ടിങ് എലമെൻറ്റിലോട്ടായിരിക്കും. ഓക്കെ, എൻ്റെ എന്ന് പറഞ്ഞ് പോയിന്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴും ലാസ്റ്റ് എലമെൻറ്റിൻ്റെ തൊട്ടപ്പുറത്തായിരിക്കും. അതായത് നൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, നൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പക്ഷേ ഇത് പോയിന്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴും ഒരു ഇത് വെക്ടറിൻ്റേതായ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നൾ എന്ന് പറഞ്ഞൊരു വെക്ടർ ഒരു പോയിന്റിലോട്ടായിരിക്കും പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്ററേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് അതിനർത്ഥം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇങ്ങനെയൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും എന്താണ് ഒരു ബിഗിനും എൻഡും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ വെച്ചാൽ ഇനി നമ്മൾ എപ്പോഴും ആലോചിക്കണം, ഈ STD ഇറ്ററേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്? ഒരു പോയിൻ്റർ ആയിരിക്കും. ഓക്കെ, പോയിൻ്റർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു കറസ്പോണ്ടിങ് സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ടാണെങ്കിൽ അതിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാലല്ലേ അതിൽ വാല്യൂ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഞാൻ കരുതുന്നു. ഈ സംഭവം നമുക്കൊന്നൊരു പ്രിൻറ്റ് ചെയ്ത് നോക്കാം, എന്ത് സംഭവിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ 3 തവണ പ്രിൻറ്റ് ചെയ്തു അല്ലേ. ഇങ്ങനെ 3 ടൈപ്പ് ഫോർ ലൂപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെക്ടറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കൂടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെക്ടർ empty ആണോ നോക്കാൻ പറ്റും. അപ്പോൾ empty എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. നമുക്ക് ഓൾറെഡി empty എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനാലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഈ വെക്ടർ empty ആണോ empty അല്ലേ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത് യൂസ് ചെയ്തൊരു സംഭവം എന്തായിരുന്നു? സൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓൾറെഡി വെക്ടറിന് സൈസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു
കറസ്പോണ്ടിങ് എലമെൻറ്റ് നമുക്ക് ഇറേസ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറേസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റുക മൊത്തം ക്ലിയർ ചെയ്ത് കളയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ മാർക്സ് ഡോട്ട് ക്ലിയർ വിളിച്ചു വിചാരിക്കാം. മാർക്സ് ഡോട്ട് ക്ലിയർ ഇവിടുന്ന് വിളിച്ചിട്ട് ഞാൻ ഇവിടുന്ന് മാർക്സ് ഡോട്ട് ക്ലിയർ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒന്നും പ്രിൻ്റ് ആവില്ല. മൂന്നാമത്തെ സംഭവം പ്രിൻ്റ് ആവില്ല. അപ്പോൾ നമുക്ക് നോക്കാം, G++ വിളിച്ചു, അതിന് ശേഷം A ഡോട്ട് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ സംഭവം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിൻ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഫങ്ഷനാലിറ്റീസ് നമുക്ക് ഓൾറെഡി ഉണ്ട്. ഓക്കെ, നമുക്ക് വെക്ടറിന് നമുക്ക് ഇത്രയും ഫങ്ഷനാലിറ്റീസ് നമുക്കുണ്ട്. നമുക്ക് നോർമലായിട്ട് അറേ ഓപ്പറേറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് STD സോർട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. STD സോർട്ട് നമുക്ക് ഇതിനകത്തോട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് STD സോർട്ട് എന്ന് പറഞ്ഞൊരു അൽഗോരിതം ഫംഗ്ഷനാണ്, യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, STD വെക്ടറിലോട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് STD ഫൈൻഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു STD സോർട്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കാം. സോർട്ട് എന്ന് പറയുന്ന സംഭവത്തിന് ഇതിനെ സോർട്ട് ചെയ്ത് അസെൻഡിങ് ഓർഡറിൽ നമുക്ക് സോർട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിനെ സോർട്ട് ചെയ്താൽ മതി. അപ്പോൾ STD സോർട്ട് ഓഫ് മാർക്സ് ഡോട്ട് ബിഗിൻ എന്നടിക്കുക, അതിനുശേഷം മാർക്സ് ഡോട്ട് എൻഡ് എന്നടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സോർട്ടിൻ്റെ അൽഗോരിതം നമുക്ക് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് STD സോർട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഗോരിതം പറഞ്ഞിട്ടുള്ളൊരു ലൈബ്രറി നമുക്ക് യൂസ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഇൻക്ലൂഡ് അൽഗോരിതം പറഞ്ഞൊരു ഫംഗ്ഷൻ ഒരു ലൈബ്രറി യൂസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ക്ലിയർ ചെയ്യുന്നില്ല കേട്ടോ, ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് വീണ്ടും പ്രിൻറ്റ് ചെയ്യാണ് താഴെ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ സോർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടല്ലോ, 54, 56, 58, 100 എന്ന് പറഞ്ഞിട്ട് സംഭവം എന്ത് ചെയ്തിട്ടുണ്ട്, സോർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ STD സോർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോർട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് കുറച്ച് ഓപ്പറേഷൻസ് അതിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് STD ഫൈൻഡ്, നമുക്ക് ഏതെങ്കിലും ഒരു സംഭവം അതിനകത്ത് ഉണ്ടോ എന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എനിക്ക് അതിനകത്ത് 78 ഉണ്ടോ നമ്മൾ നോക്കണം വിചാരിക്കുക. അപ്പോൾ STD ഫൈൻഡ് എപ്പോഴും റിട്ടേൺ ചെയ്യുന്ന ഒരു ഇറ്ററേറ്റർ ആയിരിക്കും. അതായത് എവിടെയെങ്കിലും പോയിന്റ് ചെയ്തിരിക്കുന്ന, അതായത് നമ്മുടെ വെക്ടറിലോട്ട് പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റർ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള പോയിന്റിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. അതല്ലെങ്കിൽ അത് എന്ത് ചെയ്തിരിക്കും, എൻഡിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഇറ്ററേറ്റർ ഉണ്ട്. അപ്പോൾ ഇറ്ററേറ്റർ എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്ററേറ്റർ എടുത്തു, ഇറ്ററേറ്റർ ഈക്വൽ ടു STD ഫൈൻഡ് ഓഫ്. ഓക്കെ, STD ഫൈൻഡിലോട്ട് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നുണ്ട് ഏതാണോ ഇറ്ററേറ്ററുള്ള ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ അതിൻ്റെ ബിഗിൻ കൊടുക്കണം. എവിടുന്ന് മുതലാണോ ബിഗിൻ വെച്ചത്, അപ്പോൾ ബിഗിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മാർക്സ് ഡോട്ട് ബിഗിൻ കൊടുത്തു ആൻഡ് മാർക്സ് ഡോട്ട് എൻഡ് കൊടുത്തു. ഏതുവരെയാണ് നമുക്ക് തിരയേണ്ടതെന്ന് വെച്ചാൽ അതുവരെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ ഒരു വാല്യൂ നമുക്ക് സെർച്ച് ചെയ്യണം. അപ്പോൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന വാല്യൂ ആണ് 78 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അപ്പോൾ എപ്പോഴും കൊടുക്കണം ഇതിൻ്റെ അതേ ടൈപ്പുള്ള വാല്യൂ ആയിരിക്കണം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എറർ കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ് ഇഫ് ഈ അതായത് ഇറ്ററേറ്റർ IT എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, IT ഈസ് നോട്ട് ഈക്വൽ ടു മാർക്സ് ഡോട്ട് എൻഡ് ആണ് വിചാരിക്കുക. മാർക്സ് ഡോട്ട് എൻഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ബേസിക്കലി STDC ഔട്ടിൽ ഫൗണ്ട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എൽസ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിത് സെർച്ച് ചെയ്യാനുള്ള കീ നമ്മൾ കൊടുക്കുക വിചാരിക്കുക. അപ്പോൾ ഇൻറ്റ് F ഈക്വൽ ടു ഇൻറ്റ് F എന്ന് ഞാൻ പറഞ്ഞു, അതിന് ശേഷം TD F എന്ന് എഴുതി. അപ്പോൾ നമുക്കിത് സെർച്ച് ചെയ്യാനുള്ളൊരു സംഭവം കൊടുക്കാൻ പറ്റും. ഈ F ആണ് നമ്മളിവിടെ സെർച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫൗണ്ട് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് കമ്പൈൽ ചെയ്തു, അതിനുശേഷം A ഡോട്ട് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് 100 എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ സെർച്ച് ചെയ്യാൻ പോകുന്നത് 78 ആണ് വിചാരിക്കുക. 78 എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഫൗണ്ട് ചെയ്തിട്ടുണ്ടല്ലേ. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഒരു 65 കൊടുത്ത് വിചാരിക്കുക. അപ്പോൾ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മൾ STD ഫൈൻഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, സോർട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെക്ടറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കും എന്താണ് വെക്ടർ എന്ന് പറയുന്ന സംഭവം അല്ലേ. ഓക്കെ, അത് നമുക്ക് ഡൈനാമിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് ഇത്രയല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഇതിലോട്ട് പുഷ് ബാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുഷ് ബാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൊരു കണ്ടെയ്നറാണ് വെക്ടർ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളുടെ യൂസ് കേസിനനുസരിച്ച് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അത് എല്ലായിടത്തും യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എവിടെയാണോ ഇത് യൂസ് വരുന്നത് വെച്ചാൽ നിങ്ങൾ അതിന് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഉള്ള STD വെക്ടർ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വേറൊരു STL കണ്ടെയ്നർ അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഓഫ് STD ഫങ്ഷനാലിറ്റീസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയ ടോപ്പിക് ആയിട്ട് വരും. ഓക്കെ, ബൈ.